അയർലൻഡിൽ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ഡബ്ലിൻ സൂവിനെയും ഫോർട്ട വൈൽഡ് ലൈഫ് പാർക്കിനെയും പിന്തുണയ്ക്കാൻ അടിയന്തര സഹായം. ആദ്യത്തെ കോവിഡ് ടെസ്റ്റിംഗ് സെന്റർ ഡബ്ലിൻ എയർപോർട്ടിൽ. ഡബ്ലിൻ സൗത്തിലെ ഒരു ഹോസ്പിറ്റലിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഔട്ട് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് റദ്ദാക്കി. അയർലൻഡിൽ വീടുകളുടെ വിലയിൽ വൻ ഇടിവ്. കൊറോണ വൈറസ് അയർലൻഡിൽ 252 പുതിയ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. COVID-19 നിയന്ത്രണങ്ങൾ മൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഡബ്ലിൻ സൂവിനും ഫോർട്ട വൈൽഡ് ലൈഫ് പാർക്കിനും അടിയന്തര സർക്കാർ ധനസഹായം. 1.6 ദശലക്ഷം യൂറോ ഗ്രാന്റ് ഫണ്ട് ഈ മേഖലയ്ക്ക് അനുവദിക്കുമെന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൗസിംഗ്, ലോക്കൽ ഗവൺമെന്റ് ആൻഡ് ഹെറിറ്റേജ് സ്ഥിരീകരിച്ചു. 70,000 വരുന്ന ചെറുതും വലുതുമായ മൃഗശാലകൾക്കും അക്വേറിയങ്ങൾക്കും 5 ലക്ഷം യൂറോ വീതം ലഭ്യമാക്കാനാണ് പുതിയ പദ്ധതി. അടിയന്തര ധനസഹായത്തിന്റെ ഭൂരിഭാഗവും ഡബ്ലിൻ മൃഗശാലയിലേക്കും ഫോർട്ട വൈൽഡ് ലൈഫ് പാർക്കിലേക്കും പോകുന്നത് അവ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണെന്നും വകുപ്പ് അറിയിച്ചു. ഡബ്ലിൻ വിമാനത്താവളത്തിൽ 2 പുതിയ കോവിഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ. അന്താരാഷ്ട്ര യാത്രകൾക്കായി യൂറോപ്യൻ യൂണിയന്റെ പുതിയ ട്രാഫിക് ലൈറ്റ് സംവിധാനത്തിന്റെ ഭാഗമായാണ് സ്വകാര്യമായി പ്രവർത്തിക്കുന്ന പുതിയ ടെസ്റ്റിംഗ് സെന്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഡബ്ലിൻ എയർപോർട്ടിൽ ഡ്രൈവ് ത്രൂ അഥവാ വാക്ക് ഇൻ ടെസ്റ്റുകൾ നടത്താൻ കഴിയും. പരീക്ഷണശേഷി ഒരു ദിവസം 12,000 വരെ നടത്താൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ ഇത് പ്രതിദിനം 15,000 ഉയർത്തുമെന്നും എയർപോർട്ട് ഓപ്പറേറ്റർ അറിയിച്ചു. അയർലൻഡിലെ വിപണിയിലേക്ക് പുതിയ എനിയാക് ഐവിയുമായി സ്കോഡ അയർലൻഡ്. സ്കോഡയുടെ ഇലക്ട്രിക് എനിയാക് ഐവി അടുത്ത ജൂണിൽ അയർലൻഡിലെത്തും. പ്രീ ഗ്രാൻഡ് വില പ്രകാരം എനിയാക് 60 46,570 യൂറോ തൊട്ടും എനിയാക് 80ക്ക് 54,630 യൂറോ മുതലുമാണ് വില ആരംഭിക്കുന്നത്. എല്ലാ എനിയാക് മോഡലുകൾക്കും 3 വർഷത്തെ ഫ്രീ സർവീസും ടയർ പ്ലാനും വിലയോടൊപ്പം ഉണ്ടായിരിക്കും. അടുത്ത വർഷം ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് SEAI നൽകിയ ഗ്രാൻഡ് സ്ഥിരീകരണത്തെയും സ്കോഡ സ്വാഗതം ചെയ്തു. 2021 എനിയാക് ഐവി ഉപഭോക്താക്കൾക്ക് 7,800 യൂറോ വരെ ഗ്രാന്റുകളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുമെന്നും സ്കോഡ അയർലൻഡ് അറിയിച്ചു. ഡബ്ലിൻ സൗത്തിലെ ലഫ്ലിൻസ്റ്റൺ സെന്റ് കോളംസിൽസ് ആശുപത്രിയിൽ COVID-19 വ്യാപനത്തെ തുടർന്ന് ഔട്ട് പേഷ്യന്റ് നിയമനങ്ങൾ റദ്ദാക്കി. സ്ഥിരീകരിച്ച കേസുകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥരും ഇപ്പോൾ സെൽഫ് ഐസൊലേഷനിലാണ്. കോവിഡ് വ്യാപനം രോഗികളെ അറിയിച്ചതിനെ തുടർന്ന് ഔട്ട് പേഷ്യന്റ് നിയമനങ്ങളും റദ്ദാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അയർലൻഡിലുടനീളം വീടുകളുടെ വില 1% കുറഞ്ഞു. ഏറ്റവും പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വില സൂചിക സെപ്റ്റംബറിൽ 0.8% ഇടിവ് രേഖപ്പെടുത്തി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം ഡബ്ലിനിലെ വീടുകളുടെ വില വാർഷികാടിസ്ഥാനത്തിൽ 1.8% കുറവാണ് രേഖപ്പെടുത്തിയത്. പുതിയതും നിലവിലുള്ളതുമായ വീടുകളിലുണ്ടായ 3 മാസത്തെ വില തകർച്ചയും CSO ആദ്യമായി പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബറിൽ 3,193 വീടുകളുടെ വിൽപ്പനയാണ് റവന്യൂ സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് 22% ഇടിവാണ് വീടുകളുടെ വിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയർലൻഡിൽ ഇന്ന് 252 പുതിയ COVID-19 കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൂടുതൽ മരണങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അയർലൻഡിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ദിവസം. കൂടാതെ അയർലൻഡിലെ ലെവൽ 5 നിയന്ത്രണങ്ങളുടെ കാലയളവ് അടുത്ത ഡിസംബർ 1 ചൊവ്വാഴ്ച അവസാനിക്കുകയാണ്. അയർലൻഡിലെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി www.irishvanitha.com സന്ദർശിക്കുക. നന്ദി.